ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതൊക്കെ നിങ്ങളിപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇന്നൊരു അടിപൊളി യാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഏകദേശം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിലാണ് നമ്മുടെ യാത്ര. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടൈറ്റിൽ കാർഡ് കണ്ടിട്ടുണ്ടാവും. എന്താണ് അന്യം നിന്ന് പോകാനുള്ള കാരണം എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ പുറകിലത്തെ കുഞ്ഞൻ ലോക്കോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പുറത്തായിട്ട് ബോർഡും ഉണ്ട്. നമുക്കെന്നാൽ സ്റ്റേഷനുള്ളിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഈ കുഞ്ഞൻ ലോക്കോൻ്റെ ഒരു സഹോദരൻ ലോക്കോനെ നമ്മൾ കുറച്ച് കാലം മുമ്പ് വെച്ച് കണ്ടായിരുന്നു. ബിലിമോറ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമ്മളതിൻ്റെ ഒരു റൈഡ് നമ്മൾ പോയിരുന്നു, ബിലിമോറ വാഗായി റൂട്ടിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടില്ല. ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോയി ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ലോക്കോനെ പറ്റിയുള്ള ഈ ലോക്കോനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കതിന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. അങ്ങനെ ദൂരെ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ സ്റ്റേഷനുള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം നമ്മളത് ജസ്റ്റ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. അന്യം നിന്ന് പോകുന്നൊരു ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കാർഡിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാവും ഗരീബ് രഥ് എക്സ്പ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏത് ഗരീബ് രഥ് എക്സ്പ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്സാണ്. നമ്മൾ പാലക്കാട് നിന്നും യശ്വന്ത്പൂർ വരെയാണ് നമ്മുടെ യാത്ര. നമുക്കത് മുകളിലേക്ക് പോകാം. നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ട്രെയിൻ 12258 ആണ്. അതിൻ്റെ കോച്ച് പൊസിഷൻ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ G7ലാണ്, ഒന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ എന്തായാലും എൻക്വയറിലൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. എൻക്വയറി കൗണ്ടറിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടാണ് ക്ലോക്ക് റൂം വന്നിട്ടുണ്ട് ഇവിടെ പുതുതായിട്ട്. പിന്നെ ഓപ്പോസിറ്റായിട്ടൊരു ജൻ ഔഷധി കേന്ദ്രം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് 8ാമത്തെ കോച്ചായിരിക്കുന്നതാണ് എൻക്വയറി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഇൻഫർമേഷനും വെച്ച് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ബാക്കി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നോക്കാം. എന്തായാലും പറയുന്ന സ്ഥലത്തൊന്നും കോച്ച് വരില്ലല്ലോ. ഇവിടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് റേക്ക് കിടക്കുന്ന 22053 ആണ് ലോക്കോ. നമുക്ക് മുകളിലോട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് വാബ് 22543 EDLSൻ്റെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നേരത്തെ എത്തിയായിരുന്നു. ഇപ്പോൾ ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട് ഏകദേശം. അവിടെ കാത്തിരിക്കുന്ന സമയത്ത് മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ഇത് സേലം വഴിയുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മളൊരു റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് പുതുച്ചേരി. വാബ് 22900 ആണ്. ഏതാ ഷെഡ് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ഷെഡിൻ്റെ വാബ് 22900 ആണ് വന്നത്. ഈ ട്രെയിൻ നമ്മളൊരു കാസർഗോഡ് പുതുച്ചേരി ട്രിപ്പ് കുറച്ച് കാലം മുമ്പ് ചെയ്യേണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുള്ളത് ദയവായി ചെക്കൗട്ട് ചെയ്യാം. ഇനി പിന്നീട് ഒരിക്കൽ നമ്മളൊരു ട്രിപ്പും കൂടി ചെയ്യും. വാബ് 737203 ആയിരുന്നു. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആണിത്. ഇതിൽ നമ്മൾ പാലക്കാട്ട് മൈസൂർ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ചെക്കൗട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഇതിനല്ല, ഇന്ന് ഇതിനെ പുറകെ വന്ന ഗരീബ് രഥിനാണ് നമ്മൾ പോകുന്നത്. അടുത്ത വണ്ടി ഓൺ സ്റ്റേജ് കൊച്ചുവേളി ഷാലിമാർ സ്പെഷ്യലാണ്. ഒരു വാബ് 4 അരക്കോണത്തിൻ്റെ 22828. കൊച്ചുവേളി ഷാലിമാർ സ്പെഷ്യൽ സർവീസാണിത്. KCVL SHM KCVL എന്ന് വൃത്തികേടായിട്ട് കൈകൊണ്ട് എഴുതിയൊരു ബോർഡ് ഉണ്ടായിരുന്നു. സ്ലീപ്പർ കോച്ചുകളാണ് ഫ്രണ്ടിലൊന്നും ബോർഡില്ല. വണ്ടി വന്നു. ഇത് നമ്മുടെ വണ്ടിയും കഴിഞ്ഞിട്ട് പോകേണ്ട വണ്ടിയാണ്. ഇതിനെ പ്ലാറ്റ്ഫോം 4 കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോം 5ലാണ് അവരെടുക്കുക. അപ്പോൾ ആ വരുന്നതാണ് നമ്മുടെ വണ്ടി. ഇന്നൊരു വാബ് 4 ആണ്. വാബ് 7 ഡെഡാണ്, പുറകിലുണ്ട്. സാധാരണ വാബ് 7 ആണ് ഇതിൻ്റെ ലിങ്ക്. ഇപ്പോൾ അരക്കോണത്തിന് 22648 ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. തൊട്ട് പുറകിലായിട്ട് കൃഷ്ണരാജപുരത്തിന് 30630 ഉണ്ട്. ജനറേറ്റർ കാർ ഓണാണ്. വണ്ടി എത്തി. നമ്മൾ G7ലാണ്. G7 അവർ എൻക്വയറി കൗണ്ടറിൽ നമ്മുടെ 8ാമത്തെ കോച്ചായിരിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ 9 താഴെ നിൽക്കുന്നത്. ഇപ്പോൾ ലോക്കോ ഒരു എക്സ്ട്രാ ലോക്കോ കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഓപ്പണിങ്ങിൽ ഞാൻ പറഞ്ഞത് അന്യം നിന്ന് പോകുന്നൊരു വിഭാഗം ട്രെയിനുകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഗരീബ് രഥ് എക്സ്പ്രസ് ഇല്ലാണ്ടാവുകയാണോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഗരീബ് രഥ് എക്സ്പ്രസ്സുകൾ ഇല്ലാണ്ടാവുന്നില്ല, പക്ഷേ ഗരീബ് രഥ് എക്സ്പ്രസ് കോച്ചുകൾ ഇല്ലാണ്ടാവുകയാണ്. കാരണം 2006 മറ്റാണ് ആദ്യത്തെ ഗരീബ് രഥ് എക്സ്പ്രസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ആ കോച്ചുകളെല്ലാം ഇപ്പോൾ ഏകദേശം 20 വർഷത്തിനടുത്താവുകയാണ്. ഇപ്പോൾ ഈ ICF കോച്ചുകളെ അവർ ഡിസ്കാർഡ് ചെയ്യുന്നതിൻ്റെ ഡീകമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ICF കോച്ചുകളെല്ലാം തന്നെ അവർ ഡീകമ്മീഷൻ ചെയ്ത് പകരം LHB കോച്ചുകൾ വരികയാണ്. LHB കോച്ചുകൾ വരുമ്പോൾ AC എക്കണോമി കോച്ചുകളാണ് ഇതിന് പകരമായിട്ട് വരിക. അപ്പോൾ ഈ ഗരീബ് രഥ് കോച്ചുകൾ ഇല്ലാണ്ട് പോകും. അപ്പോൾ ഈ പർട്ടിക്കുലർ ഗരീബ് രഥ് കോച്ച് എന്ന് പറയുമ്പോൾ 78 സീറ്റുള്ള ഗരീബ് രഥ് കോച്ചാണ്. ഇത് സൈഡ് മിഡിൽ ബർത്തുള്ള ടൈപ്പ് ഗരീബ് രഥ് കോച്ചാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഗരീബ് രഥ് കോച്ചുകൾ ഞാൻ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ചാനൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ കോച്ച് G7 RCF ബിൽറ്റ് 081604 ആണ് നമ്മുടെ കോച്ച്. സീറ്റ് നമ്പർ 41 മിഡിൽ ബർത്താണ്, സൈഡ് മിഡിൽ ബർത്താണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സൈഡ് മിഡിൽ ബർത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്കന്ന് ഉള്ളിൽ കയറി ഈ സൈഡ് മിഡിൽ ബർത്ത് കാണാൻ പറ്റുമോ നോക്കാം. ലൈറ്റൊക്കെ ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ നാളെ പകൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറിയേക്കാം. ഇവിടെ 1 to 78 എന്നാണ്, 41 എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കായിട്ട് വരും. കുറേശ്ശെ ലൈറ്റുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗരീബ് രഥ് സൈഡ് മിഡിൽ ബർത്ത് യാത്രയ്ക്ക് റെഡിയാവുകയാണ്. ഇതിപ്പോൾ കൊച്ചുവേളി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിപ്പോൾ എൻ്റെ കോച്ചല്ല, ഞാൻ G6 ഇപ്പോൾ നിൽക്കുന്നത്. G7 ആണ് നമ്മുടെ കോച്ച്. സൈഡ് മിഡിൽ ബർത്താണ് 41. ഫ്രഷ് ജസ്റ്റ് ബെഡ് റോൾ ഇപ്പോൾ ജസ്റ്റ് കൊണ്ട് അവിടെ വെച്ച് വിരിച്ചിട്ട് ഞാൻ അവിടെ വന്നുള്ളൂ. വണ്ടി വിട്ട ഉടനെ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാണ്. നല്ല ഉറക്കമുണ്ട്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. നമ്മളൊരു അല്പം ലേറ്റാണ്. 12:10 പോകേണ്ടത്, നമുക്ക് 12:13 ഇതുവരെ പുറപ്പെട്ടിട്ടില്ല വണ്ടി ഉടനെ പുറപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാട്ടറിംഗ് ഒക്കെ കഴിഞ്ഞും ക്രൂ ചേഞ്ചും കഴിഞ്ഞിട്ടുണ്ടാവണം. ഉടനെ പുറപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഷാലിമാർ എക്സ്പ്രസ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് ഷാലിമാർ എക്സ്പ്രസ്. അത് പോയിട്ടില്ല ഇതുവരെ. അത് നമുക്ക് പുറകെ പോകേണ്ട വണ്ടിയാണ്. ഇനിയിപ്പോൾ അവനെ ആദ്യം വിടുമെന്ന് നമുക്ക് ഒരു പിടിയില്ല കേട്ടോ, നമ്മുടെ റെയിൽവേ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമായിരിക്കും. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട്. തിരുപ്പതി കൊല്ലം എക്സ്പ്രസ്സിന് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതായിരിക്കും. ഏതായാലും ലോക്കം തന്നെ കാണാൻ പറ്റി. ഇതിൻ്റെ അപ്പുറത്തെ ലൈനിലാണ് വരിക. അത് വണ്ടി വരുന്നുണ്ട്. അങ്ങ് കാണുന്ന സ്റ്റാർട്ടർ റെഡാണ്. നമ്മുടെ സ്റ്റാർട്ടർ ആണോന്നും അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെടുകയായി. സമയം ഇപ്പോൾ 12:17, 7 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിൽ നിന്നും യാത്ര പുറപ്പെടുകയായി. അപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങായി. ഷാലിമാർ സ്പെഷ്യൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മുടെ പുറകെ പോകേണ്ട വണ്ടിയാണ്. പിന്നെ സ്പെഷ്യലാണല്ലോ, അപ്പോൾ എന്തായാലും നമ്മുടെ പുറകെ തന്നെ പോകുള്ളൂ. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നാളെ രാവിലെ എനിക്ക് വന്ന് ഏകദേശം ധർമ്മപുരിക്ക് എത്തുമ്പോഴേക്കും ഞാൻ ഉണരുമായിരിക്കും. ധർമ്മപുരി അല്ലെങ്കിൽ ഹൊസൂർ എത്തുമ്പോഴേക്കും ഉണരുമായിരിക്കും. നല്ല ഉറക്കക്ഷീണമുണ്ടാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ്. പാലക്കാട് ജംഗ്ഷനിൽ നമ്മൾ പുറത്തിറങ്ങുന്നതോടുകൂടി ശുഭരാത്രി. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മളിതാ ജസ്റ്റ് ധർമ്മപുരി കഴിഞ്ഞ് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മപുരി സ്റ്റേഷനിൽ ജസ്റ്റ് എണീക്കുമ്പോൾ ധർമ്മപുരി സ്റ്റേഷനിൽ വണ്ടി പുറപ്പെടുമായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 6-6:05 ആയിട്ടുണ്ടാവും. സ്റ്റേഷനിൽ അൺഷെഡ്യൂൾഡ് ഹോൾട്ട് നിർത്താൻ പോകണമെന്ന് തോന്നുന്നു. നമ്മൾ ധർമ്മപുരി വിട്ടവനെ വലിയ സ്പീഡില്ലേ വണ്ടിക്ക്. കേളമംഗലം സ്റ്റേഷനാണ്.
സൈഡ് ലോക്കും അല്ല, ബാക്കിലൊരു ട്രാക്ക് മെയിൻ്റനൻസ് യൂണിറ്റ് ഉണ്ട്. കൃഷ്ണരാജപുരത്തിന് 12647 WDG4 ആണ് ലീഡിംഗ് ലോക്ക്. ബാക്കിൽ ട്രാക്ക് റീപ്ലേസ്മെൻറ്റുള്ള ഫ്ലാറ്റ് ബെഡ് വാഗൺ ഉണ്ട്, പുതിയ ട്രാക്കുകളും ഉണ്ട്. ഏറ്റവും പുറകിൽ ലേയിങ് മെഷീനും കാണാം. നമ്മൾ നിർത്തിയതും ഇവൻ എടുത്തു പോവാണ്, ആ ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് യൂണിറ്റിൻ്റെ വണ്ടി. മോസ്റ്റ് പ്രോബ്ലി നമ്മളിവിടെ ക്രോസിങ്ങിന് നിർത്തിയാൽ വരാൻ സാധ്യത എറണാകുളം ഇൻ്റർസിറ്റി, ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി. ഈ റേക്ക് വലിച്ചപ്പോൾ ആ CBCയുടെ ഗ്യാപ്പ്, ആ ജേർക്ക് വേണ്ട. ഇതാണ് ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് ഉപയോഗിക്കുന്ന മെഷീൻ. ഇതിൻ്റെ വർക്കിങ്ങിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേളമംഗലം സ്റ്റേഷൻ. മോസ്റ്റ് പ്രോബ്ലി നമ്മളിനി ഇൻ്റർസിറ്റി വരുന്നവരിവിടെ കിടക്കാനാണ് സാധ്യത. ഇവിടെ തൊട്ടിപ്പുറത്തെ സൈഡിൽ, പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു സ്ലീപ്പർ ഡിപ്പോ ഉണ്ട്. ഈ കിടക്കുന്നതൊക്കെ പഴയ ട്രാക്കുകളാണ്, പഴയ സ്ലീപ്പേഴ്സാണ് ഈ കിടക്കുന്നത്. അപ്പുറത്തെ ഒരു പഴയ സ്ലീപ്പേഴ്സ് കൊണ്ട് അൺലോഡ് ചെയ്യുന്ന വാഗണും കാണാം. ഇവിടെ ഒരു സൈഡിങ് ലൈൻ ഉണ്ട് ട്രാക്ക് മെയിൻ്റനൻസ് ടീമിൻ്റെ വക. AC-യുടെ കണ്ടൻസേഷൻ വെള്ളം വീഴുന്നുണ്ടോ? നല്ല ഫോഴ്സ് വെള്ളം വീഴുന്നുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഹ്യൂമിഡിറ്റിയും കൂടുതലുണ്ട്. ഈ കാണുന്നതാണ് പവർ കേബിളിൻ്റെ ജമ്പേഴ്സ്, പവർ കേബിളിൻ്റെ കണക്ടേഴ്സ്. ഒരു അഡീഷണൽ എക്സ്ട്രാ പോർട്ട് അവൈലബിൾ ആണ് ഈ സൈഡിൽ. അപ്പോൾ അതേ ഓപ്പോസിറ്റ് ലൈനിൽ സിഗ്നൽ പച്ചയായിരിക്കുകയാണ്. ഇൻ്റർസിറ്റിക്ക് അപ്പോൾ ഇതൊരു അടിച്ച് പറത്തി നിർത്താണ്ട് പോകാനുള്ള സിഗ്നലായിട്ടുണ്ട്. അടിച്ച് പറത്തിയൊന്നും പോവില്ല, കാര്യം 70 km/h ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട് ഇൻ്റർസിറ്റി വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഗതിമാനൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിലും ചെക്കന് അത്യാവശ്യം പ്രയോറിറ്റി ഉണ്ട്. ക്യാബേജ് കൃഷി, ക്യാബേജ് കോളിഫ്ലവർ, സോറി. നമ്മൾ ജസ്റ്റ് ഹൊസൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഹൊസൂർ സ്റ്റേഷൻ്റെ ഹോം സിഗ്നലായിരുന്നു കുറച്ച് നേരത്തെ കണ്ടത്. ഹൊസൂർ യാർഡ് വർക്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. G7 ഹോൾഡ് ഫ്രൈറ്റ്സ്, രണ്ടും ട്വിൻ G7s ആയിരുന്നു.
നമ്മളിതാ ജസ്റ്റ് ഹൊസൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഹൊസൂർ സ്റ്റേഷൻ എത്തി. ഇപ്പോൾ സമയം 8:09, 7:13 വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ എത്ര ലേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കണക്കൂട്ടാമല്ലോ. 56 മിനിറ്റ് ലേറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്, ഇഡ്ഡലി മേടിച്ചേക്കാം. ഇഡ്ഡലി കൊടുക്കണേ, ഇഡ്ഡലി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹൊസൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പുറത്തെ സൈഡിലൊരു മെമോ ഉണ്ട്, ബാംഗ്ലൂർക്കുള്ള മെമോ ആണ്, യശ്വന്ത്പൂർ മെമോ എന്ന് തോന്നുന്നത്. ബെമൽ ബെൽറ്റാണ്. നമുക്ക് ഇന്നേ വരെ ബെമൽ ബെൽറ്റ് വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടുന്നില്ല. എല്ലാ പ്രാവശ്യം സാധനം അവിടെ ഇവിടെയൊക്കെ സ്പോട്ട് ചെയ്യാമെന്നല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. മെമ്മോന് ബോർഡ് വയ്ക്കില്ല എന്ന് സദേൺ റെയിൽവേനും സൗത്ത് വെസ്റ്റേൺ റെയിൽവേനും വാശിയാൻ തോന്നുന്നു. ഇതിനും ബോർഡില്ല, കണ്ടോ, ബോർഡുകളൊന്നുമില്ല. എന്നാൽ മെമ്മോ മാനുഫാക്ചറേഴ്സ് ആരും ഇതിന് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൊടുക്കുന്നില്ല. യശ്വന്ത്പൂരിലേക്കുള്ള മെമ്മോ ആണ്, ഹൊസൂർ യശ്വന്ത്പൂർ മെമ്മോ ആണത്. ഇതായിരുന്നു ഹൊസൂർ സ്റ്റേഷൻ. ഇത് കഴിഞ്ഞാൽ നല്ലൊരു വളവാണ്, ഫ്രണ്ടിൽ വളവ് കാണാം. ഇങ്ങോട്ട് ഡബിളിങ്ങിൻ്റെ വർക്കാന്ന് തോന്നുന്നത് കണ്ടിട്ട്, പാലം പണി നടക്കുന്ന കണ്ടിട്ട്. ഹൊസൂരിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചായിരുന്നു. ഇഡ്ഡലിയാണ് മേടിച്ചത്, വട ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ട്രെയിനിൽ നിന്നൊരു ചായ മേടിച്ചായിരുന്നു. ട്രെയിനിൽ മറ്റേ ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ട്, അവരിൽ നിന്നൊരു ചായ മേടിച്ചു. വടയില്ല, 4 ഇഡ്ഡലിയും ചട്ടനിയും സാമ്പാറാണോ വേറൊരു ചട്നിയാണോ എന്ന് അറിയുന്നില്ല. ഇതാണ് ഇതിനകത്തുള്ളത്. പണ്ട് ഗരീബിലത്തിൽ നമ്മൾ പെട്രോളിന് കാശ് കൊടുക്കണം, ഇപ്പോൾ അത് വേണ്ടെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഹീരലിക സ്റ്റേഷൻ കൂടെ റൺ ത്രൂ ആയിരുന്നു. ഇവിടെ അങ്ങോട്ട് സിംഗിൾ ലൈനാണ്, അപ്പോൾ അതിൻ്റെ സ്ലോ ഡൗൺ ആയിരുന്നിരിക്കും. ഡബിൾ ലൈൻ കമ്മീഷനായി തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ സിംഗിൾ ലൈൻ ആയിരുന്നു, ഡബിൾ ലൈൻ ആയി തോന്നുന്നു കണ്ടിട്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ റൂട്ട് അധികം കാണിച്ചിട്ടില്ല. ഞാൻ വളരെ കുറച്ച് പാസിംഗ് ഷോട്ട്സ് ആയിട്ട് മാത്രമേ റൂട്ടിനെ കാണിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ റൂട്ടിൽ ഒരു ലോങ് വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. ഒരു 12677 എറണാകുളം ഇൻ്റർസിറ്റിയുടെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതധികം കവർ ചെയ്യേണ്ടി വിടുന്നത്. SMBT കാരേക്കാൽ എക്സ്പ്രസ് ആണ് പോയത്. ഇതായിരുന്നു നമ്മുടെ കോച്ച്. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്തല ഓഗസ്റ്റ് 2008 പണിത കാലത്ത് ഇതിൻ്റെ നമ്പർ 08106 എന്നായിരുന്നു.
ഇപ്പോൾ അത് റീനമ്പർ ചെയ്ത് 081604 എന്നാക്കിയിട്ടുണ്ട്. WACCNH1 എന്നാണ് എൻ്റെ കോഡ്. നമ്മൾ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം കാർമേൽറാം എത്താറായി. ഇവിടെ ഈ കാർമേൽറത്ത് സ്റ്റോപ്പില്ല, ജസ്റ്റ് റൺ ത്രൂ ആയിരിക്കും. കാർമേൽറം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സിഗ്നൽ റെഡ് ആണ്. അപ്പോൾ ഒരു അൺഷെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട് ഇവിടെ. ഇതാണ് സ്റ്റേഷൻ. എന്തിനോ വേണ്ടി പിടിച്ചു നിർത്തിയതാ വിട്ടു. ഇവിടുന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും പണി നടക്കുന്നുണ്ടാകുന്നുള്ളൂ. ഇപ്രാവശ്യം അതെ, ഭയങ്കര സ്ലോ ആണ്. ട്രാക്ക് ലൈൻ കഴിഞ്ഞു. ഇലക്ട്രിഫിക്കേഷൻ പോളുകളും വന്നു. ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാനൊരു ബാക്കിയുണ്ട്. മിക്കവാറും അതുകൂടെ കഴിഞ്ഞിട്ട് അത് കമ്മീഷൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. മാരത്തഹള്ളി റോഡ് സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. പണി നടക്കുകയാണ്. ലൂപ്പ് ലൈനൊക്കെ ഉള്ള സ്റ്റേഷനാണ് വേണ്ടത്. സബർബനിൻ്റെ വർക്കാണോ എന്നൊരു സംശയമുണ്ട്. അതായിരുന്നു ബയ്യപ്പനഹള്ളി ഓക്സിലറി ക്യാബിൻ, ചെന്നസന്ദ്ര ഓക്സിലറി ക്യാബിൻ്റെ ഹോം സിഗ്നൽ. ഇവിടെ തൊട്ട് മുന്നിൽ വെച്ചാണ് ട്രാക്ക്, ബാംഗ്ലൂർ സിറ്റിയിലോട്ടുള്ള ട്രാക്ക് തിരിഞ്ഞു പോകുന്നത്. നമ്മൾ യശ്വന്ത്പൂർ ട്രാക്കിലോട്ട് കയറും. നമ്മൾ ഓടുന്നതാണ് മെയിൻ ലൈൻ.
മദ്രാസ് റോഡ്, ബയ്യപ്പനഹള്ളിയാണ് സ്ഥലം. ബെനിക്കനഹള്ളി എന്നാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേര്. ഈ മുകളിൽ കൂടെ പോകുന്നത് മെട്രോൻ്റെ ലൈനാണ്, ITPയിലോട്ട് പോകുന്ന മെട്രോ. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് ബാംഗ്ലൂർ സിറ്റിയിലോട്ട് പോകുന്ന ലൈനാണ്. നമ്മുടെ 12677 ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് ബാംഗ്ലൂർ സിറ്റിയിലോട്ട് പോകുന്നതും വരുന്നുണ്ട്. ആ ട്രെയിനിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ലൈൻ നമുക്ക് കാണിച്ചു തരാമെന്നാണ്. ഇവിടെ നമ്മുടെ 20 kmph ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണെങ്കിൽ ഈ പതുക്കെ നിരങ്ങുന്നത്. ഈ താഴെ കൂടെ പോകുന്നതാണ് ചെന്നൈയിലോട്ടുള്ള മെയിൻ ലൈൻസ്. അങ്ങ് ദൂരെ ഒരു ഡെമോ വരുന്ന കാണാം. മുകളിൽ കൂടെ ഒരു മെട്രോ പോകുന്നതും കാണാം. ആ ഡെമോ ഇങ്ങോട്ടുള്ളതെന്ന് അറിയില്ല. ബാനസവാടി എത്താറായി. ഈ കാണുന്നതാണ് ബാനസവാടിയിലെ മെമു ഷെഡ്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഈ ലൈൻ വഴി പോയപ്പോൾ, നമ്മുടെ SMBT ലൈൻ വഴി പോയപ്പോൾ ഞാൻ ഈ മെമു ഷെഡ് കൂടുതൽ ഡീറ്റെയിലായിട്ട് കാണിച്ചിരുന്നു. ഇതാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മേജർ മെമു ഷെഡ്, ബാനസവാടി മെമു ഷെഡ്. ആ കാണുന്ന ലൈനുകൾ SMBT വഴി ബയ്യപ്പനഹള്ളിയിലോട്ട് പോകുന്ന ലൈനാണ്. നമ്മളിതുവഴി നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ബാനസവാടി സ്റ്റേഷനോട്ട് കയറാനുള്ള സ്ലോ ഡൗണിലാണ്. ഇവിടുത്തെ ലൂപ്പ് ലൈൻ പോയിൻറ്റ്സ് ഭയങ്കര സ്ലോ ആണ്. പെയിൻഫുൾ പ്രോഗ്രസ് ആയിരിക്കും. ബാനസവാടി സ്റ്റേഷനിൽ നല്ലോണം തിരക്കിറങ്ങും. അപ്പോൾ നമുക്ക് ഡോറ് വെക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ ബാനസവാടി എത്തി. നല്ലൊരു ശതമാനം യാത്രക്കാർ ഇവിടെ ഇറങ്ങും. ഇനി അങ്ങോട്ട് ട്രെയിനിൽ വലുതായിട്ട് യാത്രക്കാരുണ്ടാവാറില്ല, അതാണ് പതിവ്. നമ്മൾ ജസ്റ്റ് ബാനസവാടിയിൽ നിന്ന് പുറപ്പെട്ടു. ഈ സ്റ്റേഷനിൽ എന്തൊക്കെയോ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രണ്ട് സൈഡിലും ലാൻഡ് ലെവലിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഡബിളിങ്ങിൻ്റെ പാർട്ടും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ സബർബൻ പ്രോജക്റ്റിന് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു.
ലാസ്റ്റ് സ്ട്രെച്ച് ഹെബ്ബാളിലെത്തിയിരിക്കുകയാണ്. ഹെബ്ബാൾ സ്റ്റേഷനാണ് കാണുന്നത്. സ്റ്റോപ്പില്ല, പക്ഷെ ചിലപ്പോൾ ഒരു അൺഷെഡ്യൂൾഡ് പിടുത്തം പിടിച്ചേക്കാം. ഇതാണ് ഹെബ്ബാൾ. നമുക്കെന്നാൽ മീൻ വയൽ നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഗരീബത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതിനകത്ത് ആദ്യത്തെ സീറ്റുകൾ 1 മുതൽ 3 വരെ ഇങ്ങനെയാണ് സീറ്റുകൾ. 1 to 3 സീറ്റുകൾ ഇങ്ങനെയാണ്. പിന്നെ അങ്ങോട്ട് നോർമൽ സീറ്റുകളാണ്. അതേപോലെ ഇതിന് സൈഡ് മിഡിൽ ബർത്ത് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സൈഡ് മിഡിൽ ബർത്ത് ഉണ്ടെന്ന്. ഇവിടെ ആയിട്ട് ഇതിന് സൈഡ് മിഡിൽ ബർത്ത് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് മിഡിൽ ബർത്ത് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സൈഡ് മിഡിൽ ബർത്ത്. അപ്പർ ബർത്ത്, സൈഡ് മിഡിൽ ബർത്തും താഴെ സൈഡ് ലോവർ ബർത്തും. ഈ സൈഡ് മിഡിൽ ബർത്ത് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളതിനെ പറ്റിയൊരു ട്യൂട്ടോറിയൽ ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോച്ച് ഫുള്ളായിരുന്നുകൊണ്ട് നമുക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ ഞാനൊന്നും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ സാധനം എങ്ങനെ ഡൗൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിവിടെ 2 ഹുക്കുകളുണ്ട്. ഇവിടെ ഒരു ഹുക്കും ഇവിടെ ഒരു ഹുക്കുണ്ട്. ഈ ഹുക്കുകൾ അൺലോക്ക് ചെയ്യണം വേണ്ടത്. ഈ ഹുക്ക് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് ഈ ബർത്തിനെ താഴോട്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ സാധനത്തിൽ സ്ഥലത്ത് മൗണ്ട് ചെയ്തിട്ട് ഞാനിത് കാണിച്ചു തരാം. ഇതാണ് സൈഡ് മിഡിൽ ബർത്ത് എന്ന് പറഞ്ഞ സാധനം. ഇതിൽ കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇന്നലെ സൈഡ് മിഡിൽ ബർത്തിലായിരുന്നു. പക്ഷെ അത്ര ഒരു ഹെഡ് റൂം തോന്നിയില്ല. സാധാരണ ഇപ്പുറത്തുള്ള മിഡിൽ ബർത്തിനെക്കാളും കുറച്ച് ഹെഡ് റൂം കുറവാണ്. കംഫർട്ട് വലിയ കുഴപ്പമില്ല, മാനേജബിളാണ്. പിന്നെ നടുക്കായിട്ട് ചാർജർ വരും, പിന്നെ ഒരു AC യുടെ വെൻറ്റും വരും. ഇതാണ് സൈഡ് മിഡിൽ ബർത്ത്. ഈ സൈഡ് മിഡിൽ ബർത്ത് എന്ന് പറയുന്ന സാധനം ഇനി കാണാൻ കിട്ടില്ല. ഈ ഗരീബ് ബർത്ത് എന്ന് പറയുന്ന വണ്ടികൾ ഇല്ലാണ്ടാവുന്നതോടുകൂടി സൈഡ് മിഡിൽ ബർത്തും ഇല്ലാണ്ടാവും. ലാസ്റ്റിലത്തെ ഒരു ബർത്ത് ഇങ്ങനെ വരും. കാര്യം അവർ ഈ സ്ഥലം സ്റ്റോറേജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങൾ. നമ്മളിതാ ജസ്റ്റ് ലോട്ടേഗോഡഹള്ളി എത്താറായി. ഇത് ആ കാണുന്നതാണ് യലഹങ്ക എന്ന് പറയുന്ന റെയിൽവേ ലൈനാണ്. ഇതിന് മുമ്പിലത്തെ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, പുതിയതല്ല. താഴെ കൂടെ പോകുന്ന ഔട്ടർ റിംഗ് റോഡാണ്. ഈ കാണുന്ന യലഹങ്ക എന്ന് പറയുന്ന ലൈൻ, യലഹങ്ക യശ്വന്ത്പൂർ ലൈന്. ഇതുവഴി ഒരു ട്രിപ്പ് കുറേ കാലം പ്ലാനിലുണ്ട്. നോക്കാം എന്ന് നടക്കുന്നുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് കയറുന്ന ലോട്ടേഗോഡഹള്ളി സ്റ്റേഷനിലേക്കാണ്. ഇതൊരു ട്വിൻ സിംഗിൾ ലൈൻ പോലെയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വേറൊരു ട്രെയിൻ നിങ്ങൾക്ക് കാണാം. ഇതൊരു മോറോലെസ് ഒരു ട്വിൻ സിംഗിൾ ലൈൻ പോലെയാണ്. യലഹങ്ക സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ അപ്പുറത്തെ ട്രാക്ക് വഴിയും നമ്മുടെ ബാനസ്വാടി സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഇപ്പോഴത്തെ ട്രാക്ക് വഴിയാണ് ഓടുക. കൊണ്ടവീട് എക്സ്പ്രസ്, മച്ചിലിപ്പട്ടണം, യശ്വന്ത്പൂർ. അവനെ പോസ്റ്റാക്കിയിട്ട് നമ്മൾ കയറി പോവാണ്. കുറച്ച് നേരം 2 ട്രെയിനിൽ നിന്ന് ഫൈനലി നമ്മൾ തന്നെ ഇങ്ങനെ തുടങ്ങി.
ഫൈൻ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു മെമോ നിൽക്കുന്നുണ്ട്. അത് എങ്ങോട്ട് പോകാനുള്ള മെമോ ആണെന്ന് അറിയില്ല. ഓപ്പോസിറ്റ് ലൈനില്ല, നമ്മുടെ ലൈനിൽ. അപ്പോൾ നമ്മൾ റൈറ്റ് ലൈനോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരിക്കും. വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണോ സംഭവം? ഓടുന്നില്ല, എം ടി മെമ്മോ ആണെന്ന് തോന്നുന്നു. ബാനസവാടി കാർ ഷെഡിലേക്ക് പോകുന്ന ആണെന്ന് തോന്നുന്നു. ബോർഡൊന്നും വെച്ചിട്ടില്ല. യാത്രക്കാരും കാര്യമായിട്ടൊന്നും കാണാനില്ല. അവിടെ എവിടെയൊക്കെ ഓരോരുത്തരുണ്ട്. ഈ കാണുന്നത് ബൈപ്പാസ് ലൈനാണ്. ബൈപ്പാസ് ലൈൻ വഴി ഒരു യാത്ര ശരിക്കും ഒരു 2-3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തതിനകത്ത്, മീൻസ് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുടുംബത്തിലെ കുറച്ച് എമർജൻസീസ് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ദർ ഈസ് ഓൾവേസ് എ നെക്സ്റ്റ് ടൈം. ഇതാണ് ബൈപ്പാസ് ലൈൻ. പിടിച്ചിട്ട് ലേറ്റാക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സത്യമായിട്ട് അത് തന്നെയാണ്. നമ്മൾ എത്ര നേരം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ യശ്വന്ത്പൂർ ഔട്ടറിൽ വന്ന് നടക്കുകയാണ്. യശ്വന്ത്പൂർ ഹോം സിഗ്നൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉള്ളിലോട്ട് കയറാൻ എത്ര സമയം എടുക്കുമോ? എനിക്ക് തോന്നുന്നു മെയിൻ ലൈൻ വഴി ഏതെങ്കിലും ട്രെയിൻ പാസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനെ പാസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കയറ്റാൻ വേണ്ടി ആവണം മിക്കവാറും നമ്മളിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. കാര്യം ഈ റേക്ക് മിക്കവാറും ഇന്ന് മെയിൻ്റനൻസിനും. അപ്പോൾ നമ്മൾ മിക്കവാറും പ്ലാറ്റ്ഫോം 6 അല്ല 7 കൊണ്ടൊക്കെ കയറ്റുന്നത്. ഇതൊരു എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് പ്ലാൻഡ് യാത്രയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പൂൾഡ് കോട്ട വെയിറ്റിംഗ് ലിസ്റ്റ് PQW അല്ലായിരുന്നു ടിക്കറ്റ്. സാധാരണ ഇതിൽ PQW ടിക്കറ്റുകൾ കൺഫേം ആവില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളൊരു ഒരു വിശ്വാസത്തിന് പുറത്ത് ബുക്ക് ചെയ്ത് വെച്ചാൽ PQW 27 ചാർട്ടായപ്പോൾ കൺഫേം ആയി. നമുക്കങ്ങനെ യാത്ര സാധിക്കുകയും ചെയ്തു. ചാർട്ട കഴിയുമ്പോൾ കറണ്ട് റിസർവേഷനിൽ അത്യാവശ്യം സീറ്റ് കാലി ഉണ്ടായിരുന്നു. അപ്പോൾ പൂൾഡ് കോട്ട വെയിറ്റിംഗ് ലിസ്റ്റാണ് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും പൂൾഡ് കോട്ട വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. പൂൾഡ് കോട്ട വെയിറ്റിംഗ് ലിസ്റ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് കാലം പെൻഡിങ് ആണത്. അത് തീർച്ചയായിട്ടും അവസാനം നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗരീബ് രഥ് യാത്ര എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയണം. ഗരീബ് രഥ് യാത്രയെ പറ്റി നിങ്ങളുടെ കമൻറ്റ്സ് വരണം. ഗരീബ് രഥ് കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് വരണം. ഗരീബ് രഥിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LHB കോച്ചുകൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നോർത്തേൺ റെയിൽവേയിലെ 2 ട്രെയിനുകളിലോ 2-3 ട്രെയിനുകൾക്ക് ഓൾറെഡി അവർ LHB എക്കണോമി കോച്ചുകൾ, AC എക്കണോമി കോച്ചുകൾ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അധികം താമസിയാതെ നമ്മുടെ സൗത്തിലുള്ള ഗരീബ് രഥുകൾക്കും അവസരം കിട്ടും. തീർച്ചയായും നോർത്തിലുള്ളവരൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അവസരം കിട്ടുള്ളൂ. എന്നാലും ഇപ്പോൾ നമുക്കും അവസരം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗരീബ് രഥുകളും ഇല്ലാണ്ടാവും. മീൻസ് ഈ ഗരീബ് രഥ് കോച്ചുകളില്ലാണ്ടാവും. ഗരീബ് രഥ് സർവീസ് ഉണ്ടാവും, ഗരീബ് രഥ് കോച്ചുകളില്ലാണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഇതൊരു ട്രിപ്പ് അടിച്ചേക്കാം എന്ന് വിചാരിച്ചു എന്നുള്ളൂ. നമ്മളിതാ ജസ്റ്റ് മെയിൻ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ മെയിൻ ലൈനോട്ട് കയറി കഴിഞ്ഞു. ഈ കാണുന്നതാണ് മെയിൻ ലൈൻസ്. ഇതാണ് തുംകൂർ സൈഡിൽ നിന്ന് വരുന്ന ലൈന്. തുംകൂർ ഹാസൻ ലൈനുകളൊക്കെ ഇതാണ്. ഹാസൻ ലൈൻ ചിക്മനാവരെ വെച്ച് ഈ ലൈനിലേക്ക് വന്ന് ചുമ്മാ ചെയ്യും. ഇതാണ് ആ ലൈന്. അതിലിപ്പോൾ ആക്ച്വലി ഒരു ഹാസൻ യശ്വന്ത്പൂർ എക്സ്പ്രസ് വരാനുണ്ടായിരുന്നു. അത് ഓൺ ദ വേ കാണിച്ചു, പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. യശ്വന്ത്പൂർ ശിവമൊഗ്ഗ ടൗൺ. ഷിമോഗയുടെ റേക്ക് കഴിഞ്ഞപ്പോൾ ഇത് സിന്ധനൂർ യശ്വന്ത്പൂർ വിജയപുര എന്ന് 2 ബോർഡുണ്ട്. രണ്ടാമത്തെ ബോർഡിൽ യശ്വന്ത്പൂർ ഹിന്ദുപൂറും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ റേക്കിന് മുമ്പിലത്തെ ഒരു വീഡിയോ നമ്മൾ ഹിന്ദുപൂരിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ സാധനം തന്നെയാണിത്.
നമ്മുടെ ട്രെയിൻ ഫർദർ പോയിൻറ്റ്സ് കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും 6 or 7 ആയിരിക്കും പിക്ക് വരുന്നത്. കാര്യം അവിടെ നിന്ന് അവർക്കത് കോച്ചിങ് ഡിപ്പോയിലേക്ക് ഷണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കിടക്കുന്ന കൃഷ്ണരാജപുരത്തിന് 40415 WDP 4D. ഇതാണ് കോച്ചിങ് ഡെപ്പോ. ബാക്കിൽ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു വാബ് 7 കിടക്കുന്നുണ്ട്. ഇതാണ് കോച്ചിങ് ഡെപ്പോയുടെ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ആൽക്കോ കർണാടക സമ്പർക്ക് ക്രാന്തിയുടെ റേക്കാണിത്. ഇവിടെയാണ് ഈ റേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗരീപുരത്തിന് 2 സ്പെയർ HOGs കിടക്കുന്നു, EOGs കിടക്കുന്നു. പവർ കാർ 2 സ്പെയർ. നമ്മുടെ വണ്ടിയുടെ തന്നെ യശ്വന്ത്പൂർ കൊച്ചുവേളി തന്നെ ബോർഡ്. അപ്പോൾ ഇവിടുത്തെ 4 ജനറേറ്റർ കാറുണ്ട്. 2 ഇവിടെ കിടക്കുന്നുണ്ട്, 2 ഈ റേക്കിൽ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അഡീഷണൽ കോച്ചുകൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെയിന് സുഖമായിട്ട് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നല്ല തിരക്കുണ്ടാവും, പക്ഷെ ചെയ്യില്ല. ദുരന്തോ ലിവറിയിലുള്ള കോച്ചുകൾ കാണുന്നത് വളരെ അത്യപൂർവമാണ്. നമ്മുടെ കലാംജിയുടെ പ്രതിമ. മിക്കവാറും ദുരന്തോ ലിവറിയുടെ കോച്ചസൊക്കെ ഇപ്പോൾ സാധാരണ LHB ലിവറിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് പോയിൻറ്റ്സ് പറഞ്ഞു. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടിയും കിട്ടില്ല. ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണ്? 5 ആണെന്ന് തോന്നുന്നു. കൃഷ്ണരാജപുരം ഷെഡിലെ ഷിംഷ 37531 വാബ് 7 കിടക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം 4ലേക്ക് വന്ന് കഴിക്കുന്നത്, 5 അല്ല. അവിടെ ഒരു G9 ഒരു P7 കിടക്കുന്നുണ്ട്. P7 30826 ലല്ലഗുഡയുടെ. അതും ഒരു ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്, പക്ഷേ അത് സെക്കന്ദരാബാദ് ഗരീബ് രഥ് എക്സ്പ്രസ്. ഇറങ്ങാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു സീറ്റിൽ തന്നെ ഇരുന്നു. എന്തായാലും വണ്ടി നിർത്തി നമ്മളൊക്കെ ഇറക്കിയിട്ടല്ല ഒരു ഷണ്ട് ഔട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ വണ്ടിയിൽ AC ഒക്കെ അവർ ഓഫ് ചെയ്തു. നമുക്ക് ജസ്റ്റ് പുറത്തിറങ്ങാൻ. അപ്പോൾ നമ്മളങ്ങനെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കോ കാണണം. ലോക്കോൻ്റെ ഒരു പിക്ക് വെച്ചാണെങ്കിൽ എടുക്കണം. അതിന് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. അപ്പുറത്തെ ഗ്രീൻ ലൈനിലെ മെട്രോ പറത്തിയടിച്ച് പോകുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് ലോക്കോ എൻറ്റിൽ പോകാം. അവർ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ലോക്കോയുടെ ഒരു പിക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ലോക്കോ പ്ലാറ്റ്ഫോം ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി. എന്നിരുന്നാലും അവിടെ പോയി പെട്ടെന്നൊരു ഷോട്ട് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്ന ലോക്കോ 22648. കൃഷ്ണരാജപുരത്തിന് P7 ആയിരുന്നു, 30630. കണ്ടർ റീസെൻ്റ്ലി POH കഴിഞ്ഞ പോലെ ഉണ്ട്. ഇത് എന്താ ഫെയിലാവാൻ കാരണം എന്നറിയില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രെയിന് കൊച്ചുവേളി യശ്വന്ത്പൂർ 12258 ഗരീബ് രഥ് എക്സ്പ്രസ്. അപ്പോൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് യശ്വന്ത്പൂർ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് സൈൻ ഔട്ട് വീഡിയോ എടുക്കാം. യാത്ര നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 പുതിയ ബിൽഡിങ്ങിന് വർക്കാണ്. ബിൽഡിംഗ് നല്ല വലിയ ബിൽഡിങ്ങാണ് വരുന്നത്. ബിൽഡിങ്ങിന് വർക്ക് ഇത്രയൊക്കെയായി. മെയിൻ ബിൽഡിംഗ് പൊളിച്ചിട്ടാണ് ഒരു പുതിയ ബിൽഡിംഗ് പണിയുന്നത്. അപ്പോൾ നിലവിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വഴി നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന LHB ആണ് നമ്മൾ നേരത്തെ കണ്ട കൊണ്ടവൈഡ് എക്സ്പ്രസ്. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്ക് ഒക്കെ രേഖപ്പെടുത്തണം. നമുക്കത് ഒരുപാട് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങളുടെ ഫീഡ്ബാക്കിനെയൊക്കെ ബേസ് ചെയ്താണ് പുതിയ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ്സൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ ഇനി വരുന്ന എല്ലാ വീഡിയോസും കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.